Features of British Cabinet. British Cabinet സ്വഭാവ സവിശേഷതകൾ. So the cabinet is the real decision-making body which consists of Prime Minister and his most trusted colleagues. അപ്പോൾ ബ്രിട്ടീഷ് ക്യാബിനറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ യഥാർത്ഥ നയ രൂപീകരണ സഭ എന്ന് പറയുന്നത്. അതിനകത്ത് അംഗങ്ങളെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സഹപ്രവർത്തകരും ആയിരിക്കും. ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ബ്രിട്ടീഷ് ക്യാബിനറ്റ് ആണ് ക്യാബിനറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളിൽ ഒന്നാമത്തത്, ഓൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും പാർലമെൻറ്റിലെ അംഗങ്ങൾ ആയിരിക്കും. ഇഫ് എ നോൺ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അപ്പോയിൻറ്റഡ് ആസ് എ മിനിസ്റ്റർ, he shall have to be a member of parliament before assuming the office of the minister. ഇപ്പോൾ ഒരു പാർലമെൻറ്റിൽ അംഗമല്ലാത്ത ഒരാളെ ആരായി നിയമിച്ചാൽ മന്ത്രിയായി നിയമിക്കുകയാണ് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ആ ഓഫീസ് ഇൻചാർജ് അല്ലെങ്കിൽ ആ മന്ത്രിയുടെ പദവി ഏറ്റെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം പാർലമെൻറ്റിലെ അംഗമായിരിക്കും. ഇതേ കേസ് തന്നെ നമുക്ക് ഇന്ത്യയിലും പറയാൻ കഴിയുന്ന ഒരു നോൺ പാർലമെൻ്ററി മെമ്പറിനെ നമുക്ക് ആളിനെ എന്ത് ചെയ്യാം? മന്ത്രിയാക്കാം. പക്ഷേ ഇവിടുത്തെ പറയുന്നത് വെച്ചാൽ വിത്തിൻ 6 months he should be elected as a member of parliament. അത് ഇന്ത്യൻ കേസിൽ 6 മാസത്തിനുള്ള ആരായിരിക്കണം? പാർലമെൻറ്റിലെ അംഗമാകണം. പക്ഷെ ബ്രിട്ടനിൽ അങ്ങനെയല്ല. അയാൾ ആ മന്ത്രി എന്ന് പറയുന്ന പദവി വഹിക്കുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ആരായിരിക്കണം? പാർലമെൻറ്റിലെ അംഗം ആയിരിക്കും. ഇലക്ഷൻ മത്സരിച്ച് എന്ത് ചെയ്യുക? ജയിക്കുക. പക്ഷേ ഇന്ത്യയിൽ മന്ത്രി ആയതിനു ശേഷം എന്ത് ചെയ്താൽ മതി? ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചാൽ മതി. ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ട് നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ UDF, അതിൻ്റെ മുമ്പ് LDF, കഴിഞ്ഞതിൻ്റെ അങ്ങേ മുരളീധരൻ്റെ കേസ് അദ്ദേഹം എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ട് ചുമതലയേറ്റ് പക്ഷേ പരാജയപ്പെട്ടു. അപ്പം അങ്ങനെ 6 മാസത്തിനുള്ളിൽ ആരായാൽ മതി ഇന്ത്യയിൽ മന്ത്രിയായാലും. ദെൻ അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദ കിങ് ഓഫ് ബ്രിട്ടൻ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. ക്യാബിനറ്റിലെ അംഗമല്ലാരെന്ന് പറയുന്നത് കിങ് ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമുക്ക് തന്നെ പറയാം, ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ അംഗമല്ല, ക്യാബിനറ്റിലെ അംഗമല്ല. വേണമെങ്കിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പോവാം. ചിലപ്പോൾ ബ്രിട്ടീഷ് ക്യാബിനറ്റും ഇന്ത്യൻ ക്യാബിനറ്റും കൂടി എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് ചിലപ്പോൾ പോസിബിലിറ്റി ഉള്ളതാണ്. അടുത്ത മൂന്നാമത്തത്, ദ പ്രൈം മിനിസ്റ്റർ ആക്ട് ആസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ക്യാബിനറ്റ് ആൻഡ് ദ കിങ്. ക്യാബിനറ്റിനെയും രാജാവിനെയും കണക്ട് ചെയ്യുന്ന ലിങ്ക് ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു? പ്രൈം മിനിസ്റ്റർ പ്രവർത്തിക്കും. ഇന്ത്യയിൽ അത് തന്നെയാണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ആക്ടിങ് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ക്യാബിനറ്റ് ആൻഡ് ദ പ്രസിഡന്റ്. ദെൻ നാലാമത്തത്, ദ പ്രൈം മിനിസ്റ്റർ ആക്ട് ആസ് ദ ലീഡർ ഓഫ് ലെജിസ്ലേച്ചർ, ലീഡർ ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ദ പാർട്ടി ഇൻ പവർ. പ്രൈം മിനിസ്റ്റർ ആരായി പ്രവർത്തിക്കുന്നു? ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും പാർട്ടിയുടെയും നേതാവായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കും. ദസ് ദ ഗവൺമെൻറ് ഈസ് പാർലമെൻറ്റേറിയൽ പ്രൈം മിനിസ്റ്റീരിയൽ ഡിക്റ്റേറ്റർഷിപ്പ്. ഇത് തന്നെ നമുക്ക് ഇവിടെ കാണാം, ഇന്ത്യയിൽ കാണാം. ഇന്ത്യയിൽ ലെജിസ്ലേച്ചറിൻ്റെ ലീഡറും എക്സിക്യൂട്ടീവിൻ്റെ ലീഡറും പാർട്ടി നേതാവും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഈ പ്രൈം മിനിസ്റ്റീരിയൽ ഡിക്റ്റേറ്റർഷിപ്പ് ബ്രിട്ടനിലുള്ളതുപോലെ എന്താ പ്രൈം മിനിസ്റ്റീരിയൽ ഡിക്റ്റേറ്റർഷിപ്പ് എവിടെയും കാണാം, ഇന്ത്യയിലും കാണാം. അടുത്ത, ക്യാബിനറ്റ് ഈസ് മെയിൻറ്റെയിനിങ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടു ദ പാർലമെൻറ്റ്. ക്യാബിനറ്റിന് എല്ലായ്പ്പോഴും പാർലമെൻറ്റിനോടൊരു കൂട്ടായ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ദി ഇന്ത്യൻ ക്യാബിനറ്റ് ഹാസ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിനോടൊരു കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ട്. കാരണം എന്താണ്? ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി. ഇപ്പോൾ ഏതൊരു മന്ത്രിയാണോ വകുപ്പുകളുടെ തലവനായി വരുന്നത്, ആ വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിപരമായും കൂട്ടായ്മയോടുകൂടിയും പാർലമെൻറ്റിനോട് എന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്തപ്പെടും. കാരണം മന്ത്രി ആകുന്നത് ആരാണ്? പാർലമെൻറ്റിലെ ഒരംഗമാണ്. അപ്പോൾ അയാൾക്ക് ആ മന്ത്രിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഹി ഷുഡ് ഹാവ് എ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിനോട് എന്ത് വേണം? ഒരു കൂട്ടായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ്, ദ ക്യാബിനറ്റ് മീറ്റിംഗ്സ് ആർ ഹെൽഡ് സീക്രറ്റ്ലി and the prime minister alone can make announcement to the cabinet decisions. ഇപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടുന്നത് എന്താണ്? രഹസ്യമായിട്ടാണ്. ഇവിടെ ക്യാബിനറ്റിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പുറത്ത് പറയാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രധാനമന്ത്രിക്ക് മാത്രമേ. ഇന്ത്യയിൽ അത് തന്നെയാണ്. എന്താ? പാർലമെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുവായിട്ട് പുറത്ത് വിടുന്നവരാണ്? പ്രധാനമന്ത്രി ആണ്. അടുത്തത്, ഹൈ പാർട്ടി സ്പിരിറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ബ്രിട്ടീഷ് ക്യാബിനറ്റ്. ഒരു പാർട്ടി സ്പിരിറ്റ് എവിടെ ഉണ്ടായിരിക്കും? ബ്രിട്ടീഷ് ക്യാബിനറ്റിനകത്ത് ഉണ്ട്. ഇന്ത്യയിലും അത് തന്നെയാണ്. Then political homogeneity is also maintained. The Prime Minister and his ministers
belonging to the majority party and share more or less similar views about the policies and programs of the the political homogeneity is also maintained the prime minister. പ്രധാനമന്ത്രിക്ക് എന്തായിരിക്കും പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി, രാഷ്ട്രീയപരമായ സമാനത ആര് നിലനിർത്തണം? പ്രധാനമന്ത്രി കാത്തു സൂക്ഷിക്കണം. ആൻഡ് ഈസ് മിനിസ്റ്റേഴ്സ് ബിലോങ്ങിങ് ടു ദ മെജോറിറ്റി പാർട്ടി. ആരോടാണ്? പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കും എന്താ ഒരു പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ഷെയർ മോർ ഓർ ലെസ് സിമിലർ വ്യൂസ്. അവരെന്ത് ചെയ്യണം? ഏറെക്കുറെ സമാനമായ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ആൻഡ് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദി സ്റ്റേറ്റ് ആക്ടിവിറ്റീസ്. സ്റ്റേറ്റിൻ്റെയും പോളിസീസും പ്രോഗ്രാംസിനെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യണം? ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു വ്യൂ അവർക്ക് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി, രാഷ്ട്രീയപരമായ സമാനത എന്ന് പറയുന്നത്. അതായത് ദ മിനിസ്റ്റർ ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ministers have political homogeneity. That means there is a connection between the minister and the prime minister, and they have a common view about the policies and programs.